വെക്കര് സിഗര വെക്കര് ആ എവിടെ ചെങ്ങായി മെച്ചു. അപ്പൊ നമ്മുടെ യു.ഡി.എഫ് ജയിച്ചു. ഇനി ഒരു സെക്യുലർ ഭരണം കാണാം. ഓക്കെ, സെക്യുലർ സെക്യുലർ അല്ല, മുസ്ലിം ലീഗുകൾ കൊണ്ടാണ് നീ പറയുന്നത്. അല്ല, നീ ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാ. IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഒരു റിലീജിയൻ ഐഡൻറ്റിറ്റിയിൽ തുടങ്ങിയ പാർട്ടി പാർട്ടീഷൻ കഴിഞ്ഞിട്ടും അതേ ഐഡൻറ്റിറ്റിയിൽ തുടരുന്നു. വഖഫ് ബോർഡ് കോൺട്രവേഴ്സി, മുനമ്പം ഇഷ്യൂ, സിവിൽ കോഡ് ഓപ്പോസിഷൻ. സോ ഇതൊക്കെയാണ് സെക്യുലറിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ പിന്നെ ആരാ ഇപ്പോൾ ഭരണം കഴിഞ്ഞ് പോയ LDF ആണോ സെക്യുലർ പാർട്ടി നമ്മുടെ നാട്ടിലുണ്ടെന്ന്? അതാണോ നീ പറഞ്ഞു വരുന്നത്? LDF ഫെസ്റ്റിവലായി അപ്പം കൊടുക്കും, അതേ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ അതേ അമ്പലത്തിലുള്ള ബാക്കിയുള്ളതൊക്കെ അടിച്ചുകൊണ്ട് പോകും. മൈനോറിറ്റീനെ സപ്പോർട്ട് ചെയ്യും അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരങ്ങനെ തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. PFIനോടുള്ള ഒരു സോഫ്റ്റ് കോർണർ. സോ ഇറ്റ്സ് നോട്ട് എ സെക്യുലർ തിങ്. ആൻഡ് അവർ സെക്യുലർ ആണ്, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ പിന്നെ BJP ആയിരിക്കും സെക്യുലർ പാർട്ടി അല്ലേ? മനസ്സിലായി എങ്ങോട്ടാ നിന്നെ പോക്കുന്നത്. സീരിയസ്ലി BJP ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയോളജിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ്. ആൻഡ് വൺ തിങ് ദറ്റ് ഐ അപ്രിഷിയേറ്റ് അബൌട്ട് ദം, ഞങ്ങൾ സെക്യുലർ ആണെന്ന് പറഞ്ഞ് അവർ കടന്ന് മെഴുകാറില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭരണമാറ്റത്തിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലേ? നമ്മുടെ നാട്ടിൽ സെക്യുലർ എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടികളൊന്നും സെക്യുലർ അല്ലല്ലേ? യാ, ഇറ്റ്സ് ട്രൂ. നമ്മുടെ നാട്ടിൽ സെക്യുലർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയും സെക്യുലർ അല്ല. എല്ലാവർക്കും അവരുടേതായ ഫേവറിസം ഉണ്ട്, അവരുടേതായ ഡയറക്ഷൻസിൽ. സോ ഇതെല്ലാം പാസ്റ്റാണ്. ഇപ്പോൾ കേട്ടതും പറഞ്ഞതൊക്കെ പാസ്റ്റാണ്, ഹിസ്റ്ററീസാണ്. ഇപ്പോൾ നമുക്ക് കൺസേൺഡ് ആയിട്ട് മുന്നോട്ടേക്ക് നോക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ പുതിയ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന ആക്ഷൻസ്, ഒപ്പോസിഷൻ നിൽക്കുന്ന നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യാൻ പോകുന്ന ആക്ഷൻസ്, അതിനെക്കുറിച്ച് കൂടുതൽ ബോധവടാവും. അതിലെത്രത്തോളം സെക്യുലറിസം കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം, അവർ കാണിക്കും എന്നുള്ളത് നോക്കാം. തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് എന്താ നിൻ്റെ അഭിപ്രായം? ഏ